റൂമി, ആ പേര് നമുക്കേവർക്കും ഇന്ന് സുപരിചിതമാണ്. കാരണം റൂമിയോട് ചേർക്കപ്പെടുന്ന അനവധി സൂക്തങ്ങളാണ് ദിനേന എന്നോണം സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നത്. പോപ്പ് ഗായിക മഡോണയെ പോലെയുള്ള സെലിബ്രിറ്റികൾ, ഇവാങ്ക ട്രംപിനെ പോലെയുള്ള രാഷ്ട്രീയക്കാർ, ബ്രാഡ് പിറ്റിനെ പോലെയുള്ള സിനിമാക്കാർ, ഇവരെല്ലാം റൂമിയെ ഉദ്ധരിക്കുകയും അദ്ദേഹത്തെ ആഘോഷിക്കുകയും ചെയ്യുന്നത് നാം കാണുന്നു. അമേരിക്കയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന കവിതകൾ റൂമിയുടേതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഈ റൂമി? പ്രണയത്തെ, ലൈംഗികമായ അഭിനിവേശത്തെ, അതിൻ്റെ നിർവൃതിയെ ആഘോഷിക്കുന്ന ഒരു ന്യൂ ഏജ് സ്പിരിച്വൽ വ്യക്തിത്വമായിട്ടാണ് റൂമി ഇന്ന് കാഴ്ചകളിൽ നിറയുന്നത്. മതങ്ങളിൽ നിന്നൊക്കെ വേറിട്ട ഒരു ആത്മീയ വ്യക്തിത്വം. റൂമിയുടെ ചരിത്ര സാംസ്കാരിക പശ്ചാത്തലവും വൈജ്ഞാനികമായ മൂലധനവും തുടച്ചുമാറ്റിയും തമസ്കരിച്ചും മാത്രമാണ് ഇത്തരമൊരു കാഴ്ചയെ നിലനിർത്താൻ സാധിക്കുക എന്നതാണ് വസ്തുത. 13-ാം നൂറ്റാണ്ടിലെ അഫ്ഗാനിസ്ഥാനിലാണ് റൂമി ജനിച്ചത്. ശരിയായ നാമം മുഹമ്മദ് ബിൻ ഹുസൈൻ അൽ ബാൽക്കി. ഏറെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളോടൊപ്പം അദ്ദേഹം ഇന്നത്തെ തുർക്കിയിലുള്ള കോണിയയിലേക്ക് കുടിയേറി. മുമ്പ് ബൈസാന്റിയൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന കോണ്യ തൻ്റെ കർമ്മമേഖലയാക്കുക വഴിയാണ് റോമാക്കാരൻ എന്ന അർത്ഥമുള്ള റൂമി എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. മൗലാന ജലാലുദ്ദീൻ മുഹമ്മദ് റൂമി. മതപണ്ഡിതനായ പിതാവിൽ നിന്നും പിന്നീട് സിറിയയിലെ മദ്രസയിൽ നിന്നും ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ അവഗാഹം നേടിയ റൂമി കോണിയയിൽ അധ്യാപകനായി. ഷംസി തബ്രീസി എന്ന നൊമാഡിക്കുമായി കണ്ടുമുട്ടിയത് റൂമിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി. ഇസ്ലാമിലെ ആത്മീയ പാരമ്പര്യത്തിൻ്റെ വഴി അദ്ദേഹത്തിന് മുമ്പേ പരിചിതമായിരുന്നു എങ്കിലും ഷംസി തബ്രീസിയുമായുള്ള ബന്ധം അതിനെ ഊട്ടിയുറപ്പിക്കുകയും കാച്ചിക്കുറുക്കുകയും ചെയ്തു. തസവുഫ് അഥവാ ഇസ്ലാമിക ആത്മീയത അഥവാ സൂഫിസം, അതിൻ്റെ ഏറ്റവും മനോഹരവും വിഖ്യാതവുമായ ഈണമായി റൂമി മാറുന്നത് അങ്ങനെയാണ്. 6 ഭാഗങ്ങളുള്ള മസ്നവി എന്ന കാവ്യസമാഹാരമാണ് റൂമിയുടെ ഏറ്റവും വിശിഷ്ടമായ ഗ്രന്ഥമായി അറിയപ്പെടുന്നത്. 50,000-ത്തിലധികം വരികളുള്ള പേർഷ്യൻ ഭാഷയിൽ രചിക്കപ്പെട്ട ഈ മാസ്റ്റർ പീസ് ഖുർആനിക നൈതികതയുടെ ആഖ്യാനമായാണ് കരുതപ്പെടുന്നത്. റൂമി തന്നെയും മസ്നവിയെ വിശേഷിപ്പിച്ചത് ദീനിൻ്റെ അഥവാ ഇസ്ലാമിൻ്റെ വേരുകളുടെ വേരാണത്, ഖുർആനിൻ്റെ വ്യാഖ്യാനമാണത് എന്നാണ്. ഇങ്ങനെ 13-ാം നൂറ്റാണ്ടിലെ അലപ്പോയിലുള്ള മദ്രസയിൽ പഠിച്ച ദൈവശാസ്ത്രജ്ഞനായ ഒരു സൂഫി എങ്ങനെയാണ് മതം പോലും വേണ്ടെന്ന് പറയുന്ന ക്വിക്ക് ഫിക്സ് ആത്മീയതയുടെ, ആഘോഷങ്ങളുടെ, നിർവൃതികളുടെ പ്രചാരകനായി അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് റൂമി കൃതികളുടെ പരിഭാഷകൾ നടത്തിയ പ്രതിദാന ഹിംസകളെക്കുറിച്ച് നമുക്ക് ബോധ്യം വരിക. ഇക്കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിച്ചത് കോൾമാൻ ബാക്സ് ആയിരിക്കും. ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ പ്രചാരം സിദ്ധിച്ച റൂമി പരിഭാഷകൾ അദ്ദേഹത്തിൻ്റെതാണ്. 5 ലക്ഷത്തിലധികം റൂമി പരിഭാഷകളുടെ കോപ്പികളാണ് അദ്ദേഹത്തിൻ്റെതായി അമേരിക്കയിൽ വിറ്റുപോയിട്ടുള്ളത്. 10,000 പ്രതികൾ വിൽക്കുന്ന ഒരു കവിതാ സമാഹാരം ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഉൾപ്പെടും എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത് എത്ര വലിയ നേട്ടമായിരുന്നു എന്ന് നാം അറിയുക. ഇന്നത്തെ പടിഞ്ഞാറിൽ ഉണ്ടായ റൂമി മാനിയയ്ക്ക് വലിയ അളവോളം കാരണക്കാരൻ കോൾമാൻ ബാക്സ് ആണ് എന്ന വസ്തുതയിരിക്കെ തന്നെ റൂമിയെ അദ്ദേഹത്തിൻ്റെ മത, സാമൂഹിക, സാംസ്കാരിക പരിസരത്ത് നിന്നും വേർപെടുത്തി ആധുനിക കൺസ്യൂമറിസ്റ്റ് സമൂഹത്തിൻ്റെ സെൻസിബിലിറ്റീസിന് അനുഗുണമായി മാറ്റി എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ വിജയം. ഇസ്ലാമിക സാഹിത്യ പാരമ്പര്യത്തെക്കുറിച്ചോ പേർഷ്യൻ ഭാഷയെക്കുറിച്ചോ വേണ്ടത്ര പരിജ്ഞാനമില്ലാത്ത കോൾമാൻ ബാക്സ് എങ്ങനെ റൂമി കൃതികളുടെ കാര്യത്തിൽ ഒരു വിദഗ്ധനായി കരുതപ്പെടുന്നു എന്നത് ഒരു വലിയ വൈരുദ്ധ്യമാണ്.
റൂമിയെയും ഹാഫിസിനെയും പോലെയുള്ള പേർഷ്യൻ കവികളുടെ കവിതകളിൽ നിന്ന് ഇസ്ലാമിനെ വേർപെടുത്തുന്ന പ്രക്രിയ വിക്ടോറിയൻ കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ച ഒന്നാണ്. 19-20 നൂറ്റാണ്ടുകളിൽ ഇത്തരത്തിലുള്ള ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കപ്പെട്ട പരിഭാഷകളെ അതിജീവിച്ചാണ് കോൾമാൻ ബാക്സ് തൻ്റെ പരിഭാഷകൾ നടത്തുന്നത്. അവയെ അമേരിക്കൻ വായനക്കാരുടെ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായി മാറ്റിയെഴുതി എന്നതിലാണ് അദ്ദേഹം വിജയം കണ്ടത്. മുസ്ലിം പേർഷ്യൻ സ്രോതസ്സുകളെയോ ജീവിച്ചിരിക്കുന്ന മുസ്ലിം സൂഫി പാരമ്പര്യത്തെയോ കുറിച്ച് യാതൊരു ധാരണയുമില്ലാതിരുന്ന ഈ പരിഭാഷകൾ അതുകൊണ്ട് തന്നെ റൂമി കവിതകളുടെ ആഴത്തെക്കുറിച്ചോ മുസ്ലിം വൈജ്ഞാനിക പാരമ്പര്യത്തിൽ നടന്നു വരുന്ന സംവാദങ്ങളെ അത് എவ்விதമാണ് പ്രക്ഷേപണം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചോ യാതൊരു ധാരണയും പുലർത്തിയില്ല. ഈ കവിതകളിൽ നിറഞ്ഞിരുന്ന കാവ്യ ബിംബങ്ങളെ അതുകൊണ്ട് തന്നെ ഏറ്റവും നിരുത്തരവാദിത്വപരമായി മിസ്റെപ്രസെൻ്റ് ചെയ്യാൻ ഈ പരിഭാഷകൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ചില ഉദാഹരണങ്ങൾ നോക്കുക. പ്രണയത്തെ മനുഷ്യരും മാലാഖമാരും അറിയുന്നു. സോളമൻ്റെ മോതിരത്തേക്കാൾ അത് പ്രസിദ്ധമാണ് എന്ന അർത്ഥം വരുന്ന റൂമിയുടെ വരികളിലെ പ്രണയത്തെ ലൈംഗികതയോടും സോളമൻ്റെ ഭാര്യമാരോടും ബന്ധപ്പെടുത്തി എങ്ങനെ അർത്ഥ ശോഷണത്തിലേക്ക് നയിക്കുന്നു എന്ന് നോക്കുക. പ്രണയം എന്ന വാക്കിന് സൂഫി ചിന്തയുടെ സാങ്കേതിക പരിസരത്ത് നൽകപ്പെടുന്ന അർത്ഥതലങ്ങളെക്കുറിച്ചുള്ള അജ്ഞത ഇവിടെ ഏറെ പ്രകടമാണ്. ഇവിടെ യാർ അഥവാ പ്രിയപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥം വരുന്ന പദമാണ് സുപ്രധാനം. ഈ വാക്ക് അതിൻ്റെ ഒറിജിനൽ പേർഷ്യനിൽ ആത്മീയ വഴിയിലെ സുഹൃത്തിനെ സൂചിപ്പിക്കാനാണ് റൂമി ഉപയോഗിച്ചിരിക്കുന്നത്. അത് ജനറൽ ന്യൂട്രലായ ഒരു പദമാണ്. അത് പ്രിയപ്പെട്ടവനോ പ്രിയപ്പെട്ടവളോ ഒക്കെയാവാം. ആത്മീയ സഹയാത്രികനോടുള്ള ബന്ധമാണ് ഇവിടെ പരാമർശ വിഷയം എങ്കിൽ പരിഭാഷയിൽ അത് കൂടെ താമസിക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ വിവക്ഷയിലാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാം. മറ്റ് പരിഭാഷകളിലേക്ക് നോക്കിയാൽ ദീപക് ചോപ്ര, ഡാനിയൽ ലെഡിൻസ്കി തുടങ്ങിയ പോപ്പുലർ പരിഭാഷകളുടെ സ്ഥിതി ഇതിലും പരിതാപകരമാണ് എന്ന് കാണാം. ഇത്തരം പരിഭാഷകളെക്കുറിച്ച് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഉമിത് സാഫി ഇങ്ങനെ പറയുന്നു. അതിൻ്റെ പരിഭാഷ ഞാൻ വായിക്കാം. ഇവിടെ ഒരു ആത്മീയമായ കോളനിവൽക്കരണമാണ് ഞാൻ കാണുന്നത്. അങ്ങ് ബോസ്നിയ മുതൽ ഇങ്ങ് സൗത്ത് ഏഷ്യ വരെയുള്ള മുസ്ലിങ്ങൾ ആന്തരികവൽക്കരിച്ചിരിക്കുന്ന അവരുടെ ജീവവായുവായ ആത്മീയ ഭൂപടത്തെ അധിനിവേശം ചെയ്തും വെട്ടിമുറിച്ച് കൈകാര്യം ചെയ്തുമാണ് ഈ പരിഭാഷകൾ രൂപപ്പെടുന്നത്. ഭാഷ ആശയവിനിമയത്തിൻ്റെ ഒരു ഉപാധി മാത്രമല്ല, സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഓർമ്മകളുടെയും ഒരു സംഭരണി കൂടിയാണ്. ഏതൊന്നിനും ഒരു രൂപമുണ്ട്, അതിന് ഒരു ചരിത്രവും സംസ്കാരവുമുണ്ട്. ഈ തിരിച്ചറിവും ഉത്തരവാദിത്വവും റൂമി കവിതകളുടെ കാര്യത്തിൽ റൂമിയോട് അദ്ദേഹത്തിൻ്റെ പരിഭാഷകർ പുലർത്തിയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇല്ല എന്ന കാര്യം ഏറെ വ്യക്തമാണ്.